കഴിഞ്ഞ രണ്ട് മാച്ചും മികച്ച കളിയാണ് ഡൽഹി കാഴ്ചവെച്ചത്. എന്നാൽ ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ ഡൽഹി തോറ്റിരിക്കുകയാണ്. വെറും 151 റൺസ് മാത്രമേ ഡൽഹി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് ഡൽഹി ടീമിന് സംഭവിച്ചു, പ്രത്യേകിച്ച് ക്യാപ്റ്റനായ ഋഷഭ് പന്തിനെ. ഇപ്പോഴിതാ കളി തോറ്റ ശേഷം ഡൽഹി താരം വാർണർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്ത മികച്ച വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. 16 ഓവറിൽ കളി ജയിച്ചു. ഇന്ന് ഡൽഹി കളി തോറ്റ ശേഷം വാർണർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ടീമിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ 2 മാച്ച് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഋഷഭ് പന്ത് മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. ഞാൻ അവനോട് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുത്തു, പക്ഷെ അവൻ എനിക്ക് വില തരുന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുകയാണ്. അവൻ ചെയ്യുന്നത് മോശമാണെന്ന് നമുക്കറിയാം. കളി കഴിഞ്ഞ് പോണ്ടിങ്ങും അവനോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവന് ക്യാപ്റ്റൻസി അറിയില്ല, പോണ്ടിങ് ഉപദേശിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ട് പഠിക്കട്ടെ. സഞ്ജു മികച്ച രീതിയിലാണ് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലത്തെ ഒരു ക്യാപ്റ്റനെ ഞങ്ങൾക്കും ആവശ്യമാണ്. ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പണിയായത് ബാറ്റിംഗ് ആണ്. ഒരു 200 റൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് വാർണർ വ്യക്തമാക്കി. ഋഷഭ് പന്തും സഞ്ജുവും, ഈ 2 താരങ്ങളിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻസി സഞ്ജുവിനാണ്. ഋഷഭ് പന്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമല്ല. പന്ത് ചെയ്യുന്നത് മൊത്തം മണ്ടത്തരങ്ങളാണ്. എന്നാൽ സഞ്ജു ആകട്ടെ ബ്രില്യൻസ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് നമ്മൾ കളിയിൽ കണ്ടതുമാണ്. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെ ഏത് ടീമുകളും കൊതിക്കും, പക്ഷേ ഋഷഭ് പന്ത് അത് അംഗീകരിച്ചു തരില്ല. അവർക്ക് എപ്പോഴും ഋഷഭ് പന്താണ് വലിയ കാര്യം. എന്നാൽ ഇപ്പോൾ വാർണർ തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും രാജസ്ഥാൻ ടീം ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സഞ്ജു രാജസ്ഥാനെ കപ്പ് നേടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.